ഹലോ സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡാണ്. ഞാനൊരു 2 മാസം മുമ്പ് ഈ കുരുമുളക് ഇരുട്ടിൽ വളർന്ന് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. അത് ഞാൻ ലിങ്കായിട്ട് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, ആ നീളത്തിലുള്ള വെള്ള കളറിലുള്ള ആ പാർട്ട് പുറത്തേക്ക് എടുത്തിട്ടു. ഇതിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഇത് അകത്തായിരുന്നു. പുറത്തേക്ക് ഇട്ട് ഏകദേശം 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കളർ ഗ്രീനായി. പക്ഷേ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് ഒറിജിനൽ ഗ്രീൻ, ലൈറ്റ് സഫീഷ്യൻ്റായിട്ട് കിട്ടിയപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇത് ലൈറ്റ് പിന്നീട് കിട്ടിയപ്പോൾ ഉണ്ടായത്. അപ്പോൾ കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, എന്നാലും അത് കളറ് റിക്കപ്പ് ചെയ്ത് തുടങ്ങി, ഗ്രീൻ കളറ്. അപ്പോൾ അതിനെ ഗ്രീനിങ് എന്നാണ് പറയുക, ഫിനോമിനെ. മാത്രമല്ല ഇതിൻ്റെ ഈ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം കണ്ട ഇത് നീളം കൂടുതലാണ്. ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഇങ്ങനെയായിരുന്നു, എന്നാൽ ഇത് ലൈറ്റ് ഉള്ളപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു സെഗ്മെൻറ്റ് ഇവിടെ രണ്ടാമത്തെ സെഗ്മെൻറ്റ് നാച്ചുറലായിട്ട് വളർന്നുണ്ട്. ഇതിൻ്റെ ഇത്രയും ഭാഗത്താണ് ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ഇത് ഇറ്റോലേറ്റഡ് ആണ്, ഇത് നോർമലൈസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും ലൈറ്റ് കിട്ടിയപ്പോൾ ഇത് ഗ്രീനിങ് എന്ന ഒരു ഫിനോമിനലിൽ വിധേയമായി. അതുപോലെ തന്നെ ഡി ഇറ്റ്യൂലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയി. ഈ ഭാഗത്തിൻ്റെ അത് തിരിച്ച് വരില്ല. ഇപ്പോഴും അതിന് ലീഫൊന്നും ആയി തുടങ്ങിയിട്ടില്ല. കണ്ടോ, ലീഫില്ല. അതിന് പുതിയതായിട്ട് വരുന്ന ഭാഗങ്ങളിലാണ് അത് വരിക. ഇവിടെയൊക്കെ വേണ്ട, അവിടെ ലീഫായി തുടങ്ങി. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഫിനോമിനൻ, ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ നീളം കുറഞ്ഞു തുടങ്ങി. കണ്ടോ, ഇവിടെ നീളം കുറഞ്ഞു. എന്നാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, നീളം ഓൾമോസ്റ്റ് ഡബിളാണ്. അപ്പോൾ അത് നാച്ചുറലായി തുടങ്ങി, കളറും കുറേ കൂടി ഗ്രീനായി. എന്തായാലും ഇത് കാണിച്ചത് മാത്രം. നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർത്തട്ടെ. താങ്ക് യു.